LDFിന്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI. ഇതാണ് UDFിന് അനുകൂലമായി രാഷ്ട്രീയം മാറ്റിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. CPIയുടെ തോൽവിക്ക് സ്ഥാനാർത്ഥി നിർണയം കാരണമായെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, വീഴ്ചകൾ തുറന്ന് സമ്മതിക്കുകയും കുറ്റം ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഒപ്പം തന്നെ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ കനത്ത പരാജയം സംബന്ധിച്ച തോൽവി സംബന്ധിച്ച അവലോകന റിപ്പോർട്ടിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സമയമാണ്. പക്ഷേ CPI ഒരിടത്തും പറയാത്ത ഭരണവിരുദ്ധ വികാരമാണ് CPI ചൂണ്ടിക്കാട്ടുന്നത് ഈ തോൽവി സംബന്ധിച്ച അവലോകന റിപ്പോർട്ടിൽ. തീർച്ചയായും അമ്പിളി, ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള വലിയ പരാജയമാണ് ഇത്തവണ LDFിനെ നേരിടേണ്ടി വന്നത്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവർ ഈ തോൽവിയുടെ കാരണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ CPMന് ഇതുവരെയും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ CPI ആ ഒരു കുറ്റസംഭവം നടത്തുകയാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ വലിയ പരാജയത്തിന് കാരണം എന്നുള്ളതാണ്. UDFിന് അനുകൂലമായി തന്നെ രാഷ്ട്രീയം മാറാനുണ്ടായിട്ടുള്ള സാഹചര്യവും ഈ ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് 11ഓളം കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് CPI കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്, മറിച്ച് മറ്റു കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ പരാജയത്തിന്റെ പിന്നിൽ എന്നുള്ളതും എടുത്തു പറയുന്നു. ഈ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടാണ്. അത് സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഇന്ന് അവതരിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങൾ പാർട്ടിയോടും മുന്നണിയോടുമൊക്കെ തന്നെ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. UDF ആണ് കുറച്ചുകൂടി മെച്ചമെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഈ ഭരണവിരുദ്ധ വികാരം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPI സ്വയം വിമർശനമായിട്ടും ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ CPIക്കും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന് CPI ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നേതൃത്വം അതിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ചർച്ചയിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ചടയമംഗലത്ത്, ചാത്തന്നൂര്, വൈക്കത്ത്, നാദാപുരത്ത് ഇവിടങ്ങളിലൊക്കെ ഈ ഒരു വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ ഈ പാളുന്ന അവസ്ഥയിലേക്ക്, സ്ഥാനാർത്ഥി നിർണയം പാളുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. വൈക്കത്ത് ഒരു പക്ഷേ ആശ മത്സരിച്ചുകളിൽ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചിഞ്ചുറാണി അവിടെ പാർട്ടി സഖാക്കൾക്ക് പോലും അഭിമതയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്ന തരത്തിൽ പോലുമുള്ള വിശദീകരണങ്ങളൊക്കെ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ തന്നെയും ഈ യോഗത്തിൽ ചർച്ചയിൽ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ ഒരു ആരോപണത്തെ ചിഞ്ചുറാണി ചെറുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ആ നിലയ്ക്കല്ല, അവിടെ സഖാക്കൾക്കും ആളുകൾക്കൊക്കെ തന്നെ താല്പര്യമുള്ള ആളുകൾ തന്നെയായിരുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് മുന്നണി യോഗത്തിലും ഈ ഒരു വിഷയം വരും ദിവസങ്ങളിലും ചർച്ചയാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അമ്പിളി, ശരി. LDFിന്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്നാണ് CPI വ്യക്തമാക്കുന്നത്. ഇതാണ് UDFിന് അനുകൂലമായി രാഷ്ട്രീയം മാറ്റിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. CPI സ്വയം വിമർശനവും നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം വലിയ തിരിച്ചടിയായി എന്ന വിമർശനമൊക്കെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.